നമസ്തേ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മേലെ ഫോട്ടോ വെച്ച് നമ്മളെ പേരൊക്കെ ടൈപ്പ് ചെയ്യുന്നത്. സാധാരണ കോളേജിലും സ്കൂൾസിലും എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികളുടെ പേരെല്ലാം വെച്ചിട്ട് അവരുടെ അക്കാഡമിക്കിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ബെനിഫിറ്റ് കാണിക്കാൻ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ ഇൻഷോട്ട് എടുക്കും. ഇൻഷോട്ട് ആപ്പ് അറിയാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഇടാം. അപ്പോൾ അതിൻ്റെ അകത്ത് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അത് നമുക്ക് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നതിനെ കാണിച്ചിട്ട് ആദ്യം നമ്മൾ ആ ക്യാൻവ എടുക്കുക. ക്യാൻവയിൽ വീഡിയോ ചെയ്യുന്നതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ അത് ഫോൺ വാൾപേപ്പർ എടുക്കുക. ഫോൺ വാൾപേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇഷ്ടം പോലെ ഫോണിൽ വാൾപേപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാവും. അടിപൊളി ബാക്ക്ഗ്രൗണ്ട്സ്, നല്ല ഫ്രെയിമുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് ചെയ്യാം. ഫോൺ വാൾപേപ്പേഴ്സ് ഇഷ്ടംപോലെ അടിപൊളി ഉണ്ടാവും. ഞാൻ ഒരുപാട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണിക്കേണ്ടിയിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങളത് നോക്കുക. ഫോൺ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പേഴ്സ് എടുക്കുക. ഞാനിത് അവിടെ ഒരു വാൾപേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ആക്കി വരുന്നുണ്ട്. ഇത് നമുക്ക് സാധാരണ സ്ഥാപനത്തിലും നമ്മൾ ഈ സ്റ്റാഫിൻ്റെ എല്ലാം അവരുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം കാണിക്കേണ്ടിയിട്ടും അവരുടെ ബാങ്കിൻ്റെ സൈറ്റിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ആക്കിയിട്ടില്ല ഇടുന്നതാണ്. ഇത് ഇങ്ങനെ ഒരു ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നേരെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്ക് പോകും. അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്താൽ മതി. അന്നേരം നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. ഇങ്ങനെ ആവും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പ്രിപ്പയറിങ് യുവർ ഡിസൈൻ എന്നിട്ട് ഇങ്ങനെ വരും. അവസാനം അത് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. വേഗം നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ പറ്റും. ക്യാൻവയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടോ അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്ക്. വെരി ഈസി ആയിട്ട് നമുക്ക് വേറെ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മളെ മെയിൽ ഐ ഡിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതർവൈസ് വാട്സാപ്പിൽ ഷെയർ ആണെങ്കിൽ അതും നമുക്ക് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്. വാട്സാപ്പിൽ ഷെയർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഡൗൺലോഡ് എടുത്തിട്ട് നേരെ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഷെയർ ആവും. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് സ്കൂളിലും കോളേജസിലാണ്. ആ കുട്ടികളെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം അവരുടെ അച്ചീവ്മെൻറ്റ്സും അവരുടെ ഇതിലുള്ള അവരുടെ ഡെവലപ്മെൻറ്റെല്ലാം കാണിക്കേണ്ടിയിട്ട് ഇങ്ങനെ അവരുടെ സൈഡിലേക്ക് കണ്ടിട്ട് കുട്ടികളെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യലുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അവരിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ അകത്ത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ. ഇനി നമുക്ക് ഇൻഷോട്ട് എടുക്കുക. ഇൻഷോട്ട് എടുത്തിട്ട് നേരെ ഫോട്ടോ എടുക്കും. ഫോട്ടോയിൽ ന്യൂവിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ എടുക്കുക. ക്യാൻവാസിൽ നമുക്ക് ഇതിൻ്റെ സൈസെല്ലാം കൂട്ടാനും കുറക്കാനും പറ്റും. ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ക്യാൻവാസിൽ. അപ്പോൾ നമുക്ക് സാധാരണ നോ ഫ്രെയിം എന്നുള്ള ഓപ്ഷൻ മതി. കാരണം ഫോട്ടോ അല്ലേ, വീഡിയോ എന്നല്ലല്ലോ. അതുകൊണ്ട് ഞാൻ നോ ഫ്രെയിം ഓപ്ഷൻ വെച്ചിട്ട് വെളിച്ചാൽ മതി സാധനം. ആ വെളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാനിത് ഒരുപാട് ക്ലിക്ക് ചെയ്തിട്ടെല്ലാം നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. അപ്പോൾ നോ ഫ്രെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് വലുതായി കഴിഞ്ഞാൽ ആ ഫോട്ടോ നല്ല ഫിറ്റായിട്ട് ഫ്രെയിമായിട്ട് നിൽക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ലാസ്റ്റ് ടെക്സ്റ്റ് നമുക്കത് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം അത് ടെക്സ്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ്. ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ്, അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരോ കൊടുക്കുക. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. എഡ്യൂ സ്കില്ലിന് കൊടുക്കുന്നുണ്ട്. അതായിരിക്കും നമുക്കിതിന് വേണമെങ്കിൽ എഡ്യൂക്കേഷൻ സ്കില്ലിന് മേലോട്ടും താഴോട്ടെല്ലാം വലിക്കാനെല്ലാം പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എവിടെ ഒരു പെൻസിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് അമർത്തി കഴിഞ്ഞാൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ കളർ കൂട്ടാനും കുറക്കാനെല്ലാം പറ്റും. അത് നിങ്ങൾ നോക്കുക. അത് കളർ വേണമെങ്കിൽ കൂട്ടുകയോ കുറക്കുകയോ എല്ലാം ചെയ്യാൻ പറ്റും. നേരെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ടിക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അത് അമർത്തി ടിക്ക് എന്നുള്ള ഓപ്ഷനില്ലേ അത് കഴിഞ്ഞാൽ സെറ്റ്. ഇവിടെ ഫോണ്ട് മാറ്റുണ്ടെങ്കിൽ എ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാൻ പറ്റും. ഫോണ്ട് ഇവിടെ കൊടുക്കുക. പിന്നെ ഇത് ഇവിടെ തെറ്റൊക്കെയുള്ള 4 ലൈനിലെ വരെ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും. ആ സ്റ്റൈല് നമ്മുടെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇത് സാധാരണ നമ്മുടെ വേർഡിലെ ഓപ്ഷനിൽ സെയിം ആണ്. നെക്സ്റ്റ് വൺ PIPP എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫോട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോ എൻ്റെ ഫോട്ടോനെ ഞാൻ ഇൻസേർട്ട് ആയിട്ടുണ്ട്. കാരണം വേറെ ആരും ഫോട്ടോ വെച്ച് ചെയ്തിട്ട് അത് എന്തെങ്കിലും പ്രശ്നമായിട്ടെന്ന് വെച്ച് ഞാനത് എൻ്റെ ഫോട്ടോ തന്നെ വെച്ച് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വലിക്കുക, കൂട്ടുക, അതിൻ്റെ ലെങ്ത്ത് കൂട്ടുക എല്ലാം ചെയ്യാം. വേറൊരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ വെച്ച് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ള ഫോട്ടോ വലിക്കുക, കൂട്ടുക എല്ലാം ചെയ്യാം. ഇതൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടത് വലിക്കുകയും കൂട്ടുകയും എല്ലാം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോന് ഒരു പേര് കൊടുക്കുക, ഇഷ്ടമുള്ള പേര് കൊടുക്കുക. വേണമെങ്കിൽ ഇത് ടെക്സ്റ്റ് വലിക്കുകയും കൂട്ടുകയും ചെയ്യുക, തിരിക്കുക എല്ലാം ചെയ്യാം കേട്ടോ.
വേണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ ഫോട്ടോ അങ്ങ് പോകും. ഓക്കെ, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. കാരണം നിങ്ങളെ ലൈക്കാണ് എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ള ഉറപ്പുള്ളത്. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അതിങ്ങനെ വലിക്കും കൂട്ടുപോലും ചെയ്യാം. അതിന് നമുക്ക് ഇതിന് പേര് കൊടുക്കാം. അതിൻ്റെ ഫോട്ടോന് ഇഷ്ടമുള്ള പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്റ്റുഡൻസിൻ്റെ പേര് കൊടുക്കുക, അല്ല ബാങ്കില്ലെങ്കിൽ സ്റ്റാഫിൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഇഷ്ടമുള്ള പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫോണ്ട് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോണ്ട് സൈസ് കൂട്ടാം, അതിൻ്റെ കളറുമായിട്ട് എല്ലാം ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിന് എഡിറ്റ് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാം, കുറക്കുക എല്ലാം ചെയ്യാം. വലിച്ചിട്ട് കൂട്ടുകയും ചെയ്യാം, കുറക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ അടുത്ത ഫോട്ടോന് ഒരു പേര് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുന്നുണ്ട്. എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്കത് ഫോണ്ടിൻ്റെ സൈസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഫോണ്ടിൻ്റെ സൈസ് വേണമെങ്കിൽ കുറക്കുക കൂട്ടുക എല്ലാം ചെയ്യാം. എഡിറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കുറക്കുകയും ചെയ്യുന്നുണ്ട്, കണ്ടോ? കുറച്ചിട്ടുണ്ട്. നമ്മളെ പിന്നെ പോസ്റ്റർ ആയിട്ടുണ്ട്. വേണമെങ്കിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഗാലറിയിലേക്ക് പോകും. ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു ഇതുമില്ല. കാരണം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കുറേ സമയമൊന്നുമില്ല. നേരെ ഒറ്റയടിക്ക് അത് സേവിലേക്ക് നമ്മളെ ഗാലറിയിലേക്ക് വരും. കാണിച്ചു തരാം, ഗാലറിയിൽ ഉണ്ടാവും അത് ഫോട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.